കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണെന്ന് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കെ.സി. വേണുഗോപാലുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ചകൾ നടത്തിയ എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ഇതിൽ നിന്നും ഒരാളെ അടുത്തയാഴ്ച പകുതിയോടെ കെ.പി.സി.സി. അധ്യക്ഷനായി നിയമിക്കും. കസേര പിടിച്ചെടുക്കാൻ വലിയ ശ്രമങ്ങളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. നേരത്തെ പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും അവസാനമായി 2 പേരിലേക്കാണ് ഹൈക്കമാൻഡ് എത്തി നിൽക്കുന്നത്. ഒന്ന് ജോസഫ് വാഴക്കൻ, രണ്ടാമത്തേത് മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടന് വേണ്ടി വലിയ ക്യാമ്പയിനാണ് നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസിനുള്ളിൽ ഫ്ലെക്സ് യുദ്ധം തുടങ്ങുമ്പോൾ നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുകയാണ്. ഈ വിഷയത്തിൽ മന്ത്രി കെ മുരളീധരൻ നടത്തിയ പരാമർശം ഏറെ ശ്രദ്ധേയമാണ്. ഫ്ലെക്സ് വെച്ചതുകൊണ്ട് കുഴൽനാടൻ കെ.പി.സി.സി. അധ്യക്ഷനാകണമെന്ന് ഇല്ല എന്ന കട്ടായം പറയുന്നുണ്ട് മുരളി. രാത്രിയിൽ ആർക്ക് വേണമെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാം, അതുകൊണ്ട് അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്ന് അർത്ഥമില്ലെന്നും അടിവരയിട്ട് പറയുന്നുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി. മാത്യു കുഴൽനാടനെ പ്രത്യേകമായി കെ മുരളീധരൻ പിന്തുണയ്ക്കുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സംസ്ഥാന സർക്കാരും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ നിലവിൽ ഐക്യമില്ലെന്ന വാർത്തകളും പൂർണ്ണമായും തള്ളുന്നുണ്ട് മുരളീധരൻ. നിലവിൽ കെ.പി.സി.സി. അധ്യക്ഷൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ പിന്നെ പാർട്ടിയും സർക്കാരും തമ്മിൽ ഐക്യമില്ലെന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും കെ മുരളി പറയുന്നുണ്ട്. കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്തേക്ക് കുഴൽനാടനെ അംഗീകരിക്കില്ലെന്ന സൂചനകളായും മുരളിയുടെ വാക്കുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. അതേസമയം കുഴൽനാടനെ പിന്തുണയ്ക്കുന്നത് കെ.സി. വേണുഗോപാൽ നേരിട്ടാണ്. കെ.സിയുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ മൂവാറ്റുപുഴ എം.എൽ.എക്ക് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പദവി നഷ്ടമായ രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അംഗമാകണമെങ്കിൽ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഒന്നാണ് വാഴയ്ക്കന് കെ.പി.സി.സി. അധ്യക്ഷ പദവി. മന്ത്രിസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും കെ.സി. വേണുഗോപാൽ പക്ഷക്കാരാണ്. അതുകൊണ്ട് കെ.പി.സി.സി. അധ്യക്ഷ പദവി തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാണ് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ആവശ്യപ്പെടുന്നത്. ആ നിലപാടിനൊപ്പമാണോ മുരളി എന്നും വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതൊക്കെ ഫ്ലക്സ് വയ്ക്കുന്നതിന് ഇപ്പോൾ ആർക്ക് എന്ത് നിയന്ത്രിക്കാൻ കഴിയും? ഇപ്പോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള രോഗാണുബാധകളില്ല. ഉള്ളതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇനിയിപ്പോൾ മഴ വർദ്ധിക്കുമ്പോൾ ഉള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ക്ലീനിങ്ങും കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല. ഏതാ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എക്സ്പെർട്ട് കമ്മിറ്റീനെ വെച്ചിട്ടുണ്ട്. ആ എക്സ്പെർട്ട് കമ്മിറ്റി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് നിപ ഉൾപ്പെടെയുള്ളത് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ വാർത്തകളൊന്നുമില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിച്ചിട്ടുമില്ല. അതെങ്ങനെ പല വാർത്തകളും പല രീതിയിൽ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. 2500 കോടിയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് കഴിഞ്ഞ സർക്കാർ ഇറങ്ങിപ്പോയത്. 2500 കോടി കടമുണ്ട് മരുന്ന് കമ്പനിക്ക് കൊടുക്കാൻ, സ്റ്റഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നൽകാൻ. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്ന അലോട്ട്മെൻറ്റ് വർദ്ധിപ്പിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ അത്ര കാര്യമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടില്ല. പക്ഷേ സംഭവിച്ചിട്ടുള്ളത് ഫെബ്രുവരി മുതൽ നടത്തേണ്ട പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അതൊരു പക്ഷേ ഇലക്ഷൻ അതായിരിക്കാം ചിലപ്പോൾ. ഏതായാലും ഞങ്ങളുടെ കയ്യിൽ ഈ വകുപ്പ് കിട്ടുമ്പോഴേക്കും പകർച്ചവ്യാധികൾ കുറേയൊക്കെ പടർന്നിരുന്നു. പക്ഷേ അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷിഗല്ല മരണങ്ങൾ ഇപ്പോൾ ഒരു 5-10 ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പം ഞാൻ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമരം കാരണം മാലിന്യ നീക്കം അവിടെ ഫലപ്രദമായി നടക്കുന്നില്ല. ഞാൻ മേയറെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഭരണസമ്പന്നത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊതുകുകളുടെ എണ്ണം പെരുകിയാൽ ഡെങ്കി കൂടും. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് മഴക്കാലത്ത് ഡെങ്കി പടരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള സൂചന എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണം മാത്രമല്ല, ജലവിഭവമുണ്ട്, അതുപോലെ വിദ്യാലയങ്ങളുടെ കിണറുകൾ ശുചീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴതില്ലല്ലോ. എങ്ങനെയാണ് ഏകോപനക്കുറവ്? ഞാൻ ചെയ്യട്ടെ, കെ.പി.സി. പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, പുതിയ പ്രസിഡന്റ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഏകോപനത്തിന് കുറവുണ്ടാവുന്നത്? കെ.പി.സി. പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്,
2 വർക്കിംഗ് പ്രസിഡന്റുമാർ ക്യാബിനറ്റിലുണ്ട്, 2 മുൻ KPC പ്രസിഡന്റുമാർ ക്യാബിനറ്റിലുണ്ട്. പിന്നെ എങ്ങനെയാണ് എന്താ കോർഡിനേഷൻ കുറവെന്താ? അത് ഞങ്ങളുടെതല്ല, അത് ഹൈക്കമാൻഡാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡിനോട് ചാർജ് എടുത്ത് അന്ന് തന്നെ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒഴിയാൻ തയ്യാറാണ്. അതൊക്കെ ഫ്ലക്സ് വയ്ക്കുന്നതിന് ഇപ്പോൾ ആർക്കും എന്ത് നിയന്ത്രിക്കാൻ കഴിയും? പകലല്ലല്ലോ ഫ്ലക്സ് വയ്ക്കുന്നത്, ഒക്കെ രാത്രിയല്ലേ, ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഏത് സമയത്ത് വെച്ചാലും ഫ്ലക്സ് നോക്കിയിട്ടല്ല ഭാരവാഹികളെ വയ്ക്കുക, അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക.